ഇന്നത്തെ സ്പെഷ്യൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഈ വർഷം വളരെ നേരത്തെ തന്നെ ചക്കയൊക്കെ എല്ലായിടവും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നന്നായിട്ടത് വേവിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. ചക്ക ചെറുതായി അരിഞ്ഞ് വെച്ചതിലേക്ക് കുറച്ച് ചക്കക്കുരു കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. ചക്കക്കുരു ചേർത്ത് വേവിക്കുമ്പോൾ ചക്കയ്ക്ക് നല്ലൊരു ഉറപ്പ് കിട്ടും. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാനിതെല്ലാം ഒന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുക്കറിൽ തയ്യാറാക്കുമ്പോൾ ഒരു വിസിൽ മാത്രം വന്നാൽ മതിയാകും. വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് കുക്കറിൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും കാന്താരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മാത്രം ചേർത്താലും മതിയാകും. എൻ്റെ അടുത്ത് കുറച്ച് കാന്താരി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു പച്ചമുളക് കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ചക്ക വേവിക്കുമ്പോൾ ഇഞ്ചിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാറുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇനി ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നു. ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ചക്കയൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റുന്നുണ്ട്. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്. വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതിയാകും. അതിനുശേഷം ഇതൊന്ന് തുറന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ചക്കക്കുരു ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുഴിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഉറപ്പോട് കൂടി തന്നെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഷുഗർ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ ചക്കക്കുരു ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു രീതിയിലാണോ ചക്ക തയ്യാറാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കാറുള്ളത്. വ്യത്യസ്തമായ രീതികൾ തയ്യാറാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് വഴി അറിയിക്കൂ. ഈ നാടൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്